1 വർഷമായി മൈസെൽഫ് ആൻഡ് മൈമൂസിലെ സ്റ്റുഡൻ്റാണ് ആദികേശവ്. എല്ലാവരും കേശു എന്നാണ് വിളിക്കുക. അവന് ആദ്യം തൊട്ടേ ചെറുപ്പം മുതൽ ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നല്ലൊരു ഡാൻസ് സ്റ്റുഡിയോ തിരഞ്ഞ് മൈസെൽഫിലാണ് ചേർത്തിയത്. ആദ്യം കിഡ്സ് ബാച്ചിലാണ് തുടങ്ങിയത്. കിഡ്സ് ബാച്ചിൽ വന്നതിന് ശേഷം ബിഗ്നേഴ്സ് ബാച്ചിൽ ചേർത്തി. ആ ബിഗ്നേഴ്സ് ബാച്ചിൽ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ വെക്കേഷനിൽ ഡീപ്പ് എന്ന് പറഞ്ഞ ഒരു വെക്കേഷൻ ക്ലാസ് ഇവിടെ ആരംഭിച്ചത്. അതിൽ ചേരാൻ ആദ്യമൊക്കെ നല്ല മടി തോന്നി. 1 മാസത്തെ കോഴ്സ് ആയതുകൊണ്ട് ചേരാനും ഞങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ചേരുന്നില്ല എന്നാണ് ആദ്യം തീരുമാനിച്ചത്. ആദ്യം ഇവിടെ വരുമ്പോൾ ചെറിയ രീതിയിൽ ഡാൻസ്, ഒരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ ഡാൻസ് കളിക്കും എന്നുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. കളിക്കുന്നതിനൊരു താളം ഉണ്ടായിരുന്നു, അങ്ങനെ കളിച്ചിരുന്നുള്ളൂ. പക്ഷെ അതിനോടുള്ള ഇൻട്രസ്റ്റ് കാരണമാണ് ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ ഡാൻസ് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നത്. അവൻ ഈ ഡീപ്പ് കഴിഞ്ഞതിന് ശേഷം നല്ല മാറ്റം കാണാൻ സാധിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഏതൊരു പാട്ട് വെച്ചാലും അതിനെ ഏത് സ്റ്റൈലിലാണ് കളിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റൈലിൽ കളിക്കും. അതേപോലെ തന്നെ ഓരോ പ്രാവശ്യം സ്റ്റേജുകൾ മാറി മാറി കളിക്കുമ്പോഴും ഒരു പേടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. നല്ല ധൈര്യത്തോട് കൂടിയിട്ടാണ് കളിക്കാറ്. എത്ര ആൾ നിറഞ്ഞ സ്റ്റേജായാലും ഒരു മടിയും ഉണ്ടാവാറില്ല. എപ്പോൾ കളിക്കാൻ പറഞ്ഞാലും ഒരു മടിയും കൂടാതെ പെട്ടെന്ന് തന്നെ ആരുടെ മുന്നിലും കളിക്കാൻ മടിയില്ലാതെ കളിക്കാറുണ്ട്. അതിനുള്ള അത്രയും മാറ്റം വന്നത് ഇവിടുത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ്. എല്ലാ വർക്ക്ഷോപ്പുകളും അറ്റൻഡ് ചെയ്യാറുണ്ട്. ഒരു വർക്ക്ഷോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം വന്ന് ചോദിക്കും, ചേരണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറയും വേണ്ടാന്ന് പറഞ്ഞാലും അവനതിനോടുള്ള ഇൻട്രസ്റ്റ് കാരണം എല്ലാ വർക്ക്ഷോപ്പിനും നമുക്ക് എത്ര പൈസ ചിലവായിട്ടായാലും ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓരോ ഫാക്കൽറ്റീസിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിന് അത്രയും സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. എന്തൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാലും അവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ഉത്തരമാണ് നമുക്ക് ലഭിക്കുക. പിന്നെ ഞാൻ എത്ര തിരക്കുകൾ ഉണ്ട് വെച്ചെങ്കിലും ഞാൻ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ 1 വർഷം പിന്നിട്ടെങ്കിലും വിരലിൽ എണ്ണാവുന്ന ക്ലാസ്സുകൾ മാത്രമാണ് ഞങ്ങൾ മുടക്കിയിട്ടുണ്ടാവുള്ളൂ. മൈസെൽഫിലത്തെ ഇവിടെ ഉള്ള കുട്ടികൾ, അതായത് കുട്ടികൾ എന്ന് ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഫാക്കൽറ്റീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ധൈര്യത്തിൽ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ രാവിലെ ഇവിടെ കൊടുന്ന് വിട്ടിട്ട് പോകും. കുറേ വൈകിട്ടൊക്കെയാണ് വരിക. എന്നാലും നമുക്ക് ഒരു ഭയവും ഇല്ല. എന്താ ഉണ്ടാവുക, അവിടെ ശ്രദ്ധിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ഭയം ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മുതിർന്ന കുട്ടികളെയൊക്കെ നമ്മൾ എവിടേക്ക് വിടാനും നമുക്ക് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഞാൻ ഈ 1 വർഷമായിട്ട് മിക്ക ദിവസങ്ങളിലും ഞാനിവിടെ ക്ലാസ് കഴിയണവരെ ഇരിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും നല്ലൊരു കോച്ചിങ്ങും അതുപോലെ തന്നെ നല്ലൊരു അച്ചടക്കമുള്ള ശീലമാണ് ഇവിടുന്ന് കിട്ടാമെന്ന് കൂടിയിട്ട് എനിക്ക് പറയാനുണ്ട്. ഇപ്രാവശ്യം ഒരു ഡീപ്പ് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം തൊട്ടിട്ട് അവസാനത്തെ ദിവസം വരെ വിടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല 100% ഉറപ്പുണ്ട്. അതുപോലെ തന്നെ പുറമേ നിന്ന് ഒരുപാട് ഫാക്കൽറ്റീസ് വന്നിട്ടുള്ള വർക്ക്ഷോപ്പുകൾ ഇവിടെ നടക്കാറുണ്ട്. ആ വർക്ക്ഷോപ്പുകളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറമേ നിന്ന് വരുന്നവരായിട്ടുള്ള ആ ഒരു പരിചയവും അതുപോലെ പുറത്ത് പോയിട്ടുള്ള ഓരോ ആഡ് ഷൂട്ടുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ മത്സരങ്ങൾ ബാറ്റിലായാലും അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. കേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞിരുന്ന ആ ഒരു സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു മാതാപിതാക്കളും പേടിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ കുട്ടീനെ ഡാൻസിന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മോശമാവും അല്ലെങ്കിൽ അവൻ്റെ പഠിപ്പ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ധൈര്യമില്ലായ്മ ഏതൊരു മാതാപിതാക്കൾക്കും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മാതാപിതാക്കൾക്കും ഒരു ശങ്കയും വേണ്ട. പഠിപ്പ് ഒരു വശം, അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്കൊരു ആക്ടിവിറ്റി, ഏതൊരു കുട്ടിക്കായാലും ഒരു ആക്ടിവിറ്റി വേണം. അത് ഒരു ഡാൻസ് എന്ന് പറയുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. ഈ ഡാൻസ് ക്ലാസ്സിൽ വരുന്നതിന് മുൻപുള്ള കേശു
അതേപോലെ ഇപ്പോൾ എത്തി നിൽക്കുന്ന കേശു എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിന് നല്ല സന്തോഷം ഉണ്ട്. നല്ല മാറ്റം കാണാനുണ്ട്. ഏതൊരു സ്ഥലത്ത് പോയാലും അതിനുള്ള ഒരു മാറ്റത്തിനനുസരിച്ച് അവന് പെർഫോമൻസ് ചെയ്യാനും കഴിയാറുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷവതിയാണ്.